Welcome to video on Environmental Engineering 1. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലാരിഫ്ലോക്കുലേറ്ററിന്റെ ഡിസൈൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാരിഫ്ലോക്കുലേറ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് 4 സ്റ്റേജ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. ആദ്യം ഒരു ഇൻലെറ്റ് പൈപ്പിനെ ഡിസൈൻ ചെയ്യണം, അതിനുശേഷം ഫ്ലോക്കുലേറ്റർ ഡിസൈൻ ചെയ്യണം, പിന്നെ പാഡിൽ ഡിസൈൻ ചെയ്യുക, ലാസ്റ്റിൽ ക്ലാരിഫയർ ഡിസൈൻ ചെയ്യാം. A combination of clarifier and flocculator, അതുകൊണ്ടാണ് ക്ലാരിഫ്ലോക്കുലേറ്റർ എന്ന് പറയുന്നത്. അത് ഇനീഷ്യലി ഈ ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ ട്രീറ്റ്മെന്റ് പ്ലാൻസിൽ ഫ്ലോക്കുലേറ്റർ സെപ്പറേറ്റ്ലി ഒരു ഡിവൈസ് ആയിരിക്കും, അതിനുശേഷം സെപ്പറേറ്റ് ടാങ്ക് ആയിട്ടാണ് ക്ലാരിഫയർ ഉണ്ടാവാറ്. പക്ഷെ നമ്മളുടെ ലേറ്റസ്റ്റ് ടെക്നോളജീസിൽ നോക്കുമ്പോൾ ഇത് രണ്ടും കമ്പൈൻഡ് സിംഗിൾ ഡിവൈസ് ആയിട്ടാണ് വരാറ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിംഗിൾ ഡിവൈസിനെയാണ് നമ്മൾ ക്ലാരിഫ്ലോക്കുലേറ്റർ എന്ന് പറയുക. അപ്പം അത് കാണാനിരിക്കുക ഏകദേശം ഇതുപോലെ ആയിരിക്കും. അതായത് ഇതിന്റെ സെൻട്രലിൽ ഒരു പൈപ്പ് ഉണ്ടാവും, ഇൻലെറ്റ് പൈപ്പ് ത്രൂ വിച്ച് വാട്ടർ കംസ്. ഓക്കെ, അപ്പോൾ ആ ഇൻലെറ്റ് പൈപ്പിന്റെ ഡയമീറ്റർ നമ്മൾ എത്രയാണെന്ന് ആദ്യം ഡിസൈഡ് ചെയ്യണം. അതിനുശേഷം ആ വാട്ടർ നമ്മളവിടെ ഫ്ലോക്കുലേഷന് വേണ്ടിയിട്ട് ഈ ഇന്നർ ടാങ്കിലാണ് കൊടുക്കുക. അപ്പോൾ ഫ്ലോക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് സ്ലോലി ഇവിടെ ഇതിൻ്റെ അകത്തുള്ള പാഡിൽസ്, നിങ്ങൾക്ക് ഇവിടെ ഒരു പാഡിൽസ് കാണാൻ പറ്റും. ഈ പാഡിൽസ് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ പാഡിൽസിന്റെ ഡിസൈൻ ചെയ്യണം, ഈ ഇൻലെറ്റ് പൈപ്പ് ഡിസൈൻ ചെയ്യണം, ഈ ഫ്ലോക്കുലേറ്റിംഗ് ടാങ്ക്, ഫ്ലോക്കുലേറ്റിംഗ് പർപ്പസിന് യൂസ് ചെയ്യുന്ന ടാങ്കിന്റെ ഡയമീറ്റർ ഡിസൈഡ് ചെയ്യണം. അതിനുശേഷം ഈ പാഡിലിന്റെ ഏരിയ എത്രയാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യണം, പാഡിലിന്റെ ബ്ലേഡ്സ് എങ്ങനെയാണ്, ലെങ്ത് എങ്ങനെയാണ്, വിഡ്ത്ത് എങ്ങനെയാണെന്ന് ഡിസൈൻ ചെയ്യണം. അതിനുശേഷം വൺസ് ഈ ഫ്ലോക്കുലേഷൻ കഴിഞ്ഞതിന് ശേഷം വാട്ടറിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം അലൗ ചെയ്യും. അങ്ങനെ അവർ ക്ലാരിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്ന ഏരിയയാണ് ഈ ഔട്ടർ സർക്കിൾ. അപ്പോൾ ഈ ഔട്ടർ ടാങ്കിന്റെ ഡയമീറ്റർ എത്രയാണെന്നും കൂടി നോക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ക്ലാരിഫ്ലോക്കുലേറ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ ചെക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഇൻലെറ്റ് പൈപ്പ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു ഇൻലെറ്റ് പൈപ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട വാട്ടർ അല്ലെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്ത് ലഭിക്കേണ്ട വാട്ടർ എത്രയാണ്? 250 മീറ്റർ ക്യൂബ് പെർ അവർ ആണ്. 250 മീറ്റർ ക്യൂബ് പെർ അവർ. പക്ഷെ നമ്മൾ ഈ ക്ലാരിഫ്ലോക്കുലേറ്ററിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 250 മീറ്റർ ക്യൂബ് പെർ അവർ ഔട്ട്പുട്ട് ലഭിക്കണം എന്നില്ല. ഒരു 2% വാട്ടർ ലോസ് ചെയ്യും. ദാറ്റ് വാട്ടർ വിൽ ബി പാസ് ത്രൂ സ്ലഡ്ജിന്റെ കൂടെ തന്നെ ആ വാട്ടർ പോയിട്ടുണ്ടാവും. അപ്പൊ ഡീസ്ലഡ്ജ് ചെയ്യുമ്പോൾ അവിടെ ഒരു 2% വാട്ടർ നമുക്ക് കിട്ടും. പക്ഷെ ഇത് നമുക്ക് നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്ന് ഫിൽട്രേഷൻ ടാങ്കിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ 250 മീറ്റർ ക്യൂബിൽ നിന്ന് 2% ലോസിലുള്ള വാട്ടർ ഫിൽട്രേഷൻ ടാങ്കിലേക്ക് നമുക്ക് ലഭ്യമാവുള്ളൂ. അപ്പൊ ആ 2% ലോസും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡിസൈൻ ആവറേജ് ഫ്ലോ എടുക്കാൻ. അപ്പൊ ഡിസൈൻ ആവറേജ് ഫ്ലോ എടുക്കുമ്പോൾ അതിൽ കൂടുതൽ എമൗണ്ടിലേക്ക് എടുക്കണം. സോ ലെറ്റ് us first decide what is our design average flow. Design average flow will be 250 into 100/98. സോ ആ 2% ലോസും കൂടി കൺസിഡർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 255.1 മീറ്റർ ക്യൂബ് പെർ അവർ നമ്മുടെ ഡിസൈൻ ലോഡായിട്ട് വരും. ഇനി ഈ ഡിസൈൻ ലോഡിനാണ് നമ്മൾ കംപ്ലീറ്റ് ഡിസൈൻ പ്രോസസ്സ് ചെയ്യേണ്ടത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഡിസൈൻ ഓഫ് ഇൻലെറ്റ് പൈപ്പ്. ഇൻലെറ്റ് പൈപ്പ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പൈപ്പിന്റെ അകത്തേക്കൂടെയുള്ള വെലോസിറ്റി അസ്യൂം ചെയ്യുക. ലെറ്റ് ഇറ്റ് ബി 1 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് ഡിസ്ചാർജ് ക്യൂ അറിയാം. ക്യൂ ഈസ് ഈക്വൽ ടു 255 ആണെന്ന് അറിയാം, 255.1 അറിയാം. വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കുക? ക്യൂ ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ക്യൂ ബൈ വി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ സെയിം പ്രോസസ്സ് ഇവിടെ കൊടുക്കുക. സോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വിൽ ബി ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എ ഓർ ഫ്ലോ ഡിവൈഡഡ് ബൈ വെലോസിറ്റി. ദിസ് വിൽ ബി ഈക്വൽ ടു 255.1 ഡിവൈഡഡ് ബൈ ഇവിടെ 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇവിടെ മീറ്റർ ക്യൂബ് പെർ അവർ ആയതുകൊണ്ട് 255.1 മീറ്റർ ക്യൂബ് പെർ അവർ ആയതുകൊണ്ട് അവറിനെ നമ്മൾ ആദ്യം സെക്കൻഡ്സിലേക്ക് മാറ്റണം. 60 into 60 divided by velocity. Velocity is 1. So this will be equal to 0.0171 meter square. ഇതായിരിക്കും നമുക്ക് ലഭ്യമാകുന്ന ആ ഇൻലെറ്റ് പൈപ്പിന്റെ ഡയമീറ്റർ. നമുക്ക് ഡയമീറ്റർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിച്ചു, ഇൻലെറ്റ് പൈപ്പിന്റെ ഏരിയ. നമുക്ക് ഏരിയ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻലെറ്റ് പൈപ്പിന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കുക? ഏരിയന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഏരിയ ഈസ് ഈക്വൽ ടു π/4 d സ്ക്വയർ. അപ്പൊ ഇതിൽ നിന്ന് ഡി എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഡി വിൽ ബി ഈക്വൽ ടു 0.3 മീറ്റർ ഓർ 30 സെന്റിമീറ്റർ പൈപ്പ് ആയിരിക്കും നമ്മൾ ഇൻലെറ്റ് പൈപ്പായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് ഇൻലെറ്റ് പൈപ്പ് ഡിസൈൻ ചെയ്യാൻ. നമ്മൾ ഫ്ലോ ആദ്യം എത്രയാണ് ഡിറ്റർമിൻ ചെയ്യുക, 2% ലോസും കൂടി കൺസിഡർ ചെയ്തിട്ട്. അപ്പൊ എന്തായാലും ആ 2% ലോസ് കൺസിഡർ ചെയ്യുമ്പോൾ എമൗണ്ട് കുറച്ചും കൂടി കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പം ഈ 5.1 ആണ് നമ്മുടെ 2% വാട്ടർ ലോസ്. ഈ 5.1 നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 250 മീറ്റർ ക്യൂബ് പെർ അവർ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ 255.1 മീറ്റർ ക്യൂബ് പെർ അവർ എമൗണ്ട് ഓഫ് വാട്ടറിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെലോസിറ്റി 1 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് അസ്യൂം ചെയ്യുക. ഫ്രം ദർ യു വിൽ ഗെറ്റ് വാട്ട് ഇസ് ദ ഏരിയ 0.071. എന്നിട്ട് എ ഈക്വൽ ടു π/4 d സ്ക്വയർ കൊടുത്തു കഴിഞ്ഞാൽ 30 സെന്റിമീറ്റർ ഡയമീറ്റർ പൈപ്പ് എന്ന് കിട്ടും.
അപ്പോൾ ഇൻലെറ്റ് പൈപ്പ് ഡിസൈൻ ആയി. ഇനി സെക്കൻഡ് വൺ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്? ഇന്നർ ടാങ്ക് ഫ്ലോക്കുലേറ്റർ ഡിസൈൻ ചെയ്യണം. അപ്പോൾ ഫ്ലോക്കുലേറ്റർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ജി വാല്യൂ അസ്യൂം ചെയ്യണം. വാട്ട് ഈസ് ജി? ജി ഈസ് ടെമ്പറൽ മീൻ ഗ്രേഡിയൻ വെലോസിറ്റി. അപ്പോൾ ടെമ്പറൽ മീൻ ഗ്രേഡിയൻ വെലോസിറ്റി, ആ ടാങ്കിൻ്റെ അകത്തുള്ള വെലോസിറ്റി നമ്മൾ 40 per second ആയിട്ട് എടുക്കുന്നു. ഓക്കെ, 40 per second. ഡിറ്റൻഷൻ ടൈം നമ്മൾ 20 മിനിറ്റ് ആയിട്ട് എടുക്കുന്നു. ഇത് എന്തിനാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന അസംഷൻസ് കറക്റ്റ് ആണോ എന്ന് അറിയണം. നമ്മൾ ഏത് ടൈപ്പ് കൊയാഗുലന്റ് ആഡ് ചെയ്യുന്നു അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ജി ടി വാല്യൂ ഉണ്ട്. അപ്പം നമുക്ക് സപ്പോസ് ഇതിന്റെ ജി ടി വാല്യൂ ഒന്ന് നോക്കാം. ജി ടി വാല്യൂ വിൽ ബി ഈക്വൽ ടു 40 per second ഇൻറ്റു 20 മിനിറ്റ്. 20 മിനിറ്റിനെ സെക്കൻഡ്സിലേക്ക് മാറുമ്പോൾ 20 ഇൻറ്റു 60. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ വാല്യൂ എത്ര കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ചെയ്യുമ്പോൾ 48,000 or this will be equal to 4.8 into 10 power 4. അപ്പോൾ നമ്മളിവിടെ ചെയ്യുമ്പോൾ നമ്മളിതൊരു കൊയാഗുലന്റ് ഇവിടെ യൂസ് ചെയ്യുന്ന ആലം കൊയാഗുലന്റ് ആണെങ്കിൽ ജി ടി വാല്യൂ ഇൻ ബിറ്റ്വീൻ ഈ റേഞ്ച് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് ഇൻ ബിറ്റ്വീൻ ഈ റേഞ്ച് ആണല്ലോ. 2 to 6 into 10 power 4 ആണ്. നമുക്കിവിടെ 4.8 ആണ്. സോ നമ്മുടെ ഡിസൈൻ വാല്യൂ, നമ്മുടെ അസംഷൻസ് ഓക്കെ ആണ്. ദിസ് ഈസ് വിത്തിൻ ദി സ്പെസിഫൈഡ് റേഞ്ച് ആണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഗോ അഹെഡ് വിത്ത് അവർ ഡിസൈൻ വിത്തിൻ ദി സ്പെസിഫൈഡ് റേഞ്ച്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന അസംഷൻസ് ഓക്കെ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലോക്കുലേറ്ററിന്റെ കപ്പാസിറ്റി ഡിസൈഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് കപ്പാസിറ്റി ഡിസൈഡ് ചെയ്യുക? ഫ്ലോക്കുലേറ്ററിന്റെ കപ്പാസിറ്റി ഡിസൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ചാർജ് അറിയാം. ഡിസ്ചാർജ് 255.1 മീറ്റർ ക്യൂബ് പെർ അവർ ആണെന്ന് അറിയാം. നമ്മൾ കൊടുക്കുന്ന ഡിറ്റൻഷൻ ടൈം എത്രയാണെന്ന് അറിയാം അല്ലേ? അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കപ്പാസിറ്റി ഓഫ് ഫ്ലോക്കുലേറ്റർ കണ്ടുപിടിക്കാം. കപ്പാസിറ്റി ഈക്വൽ ടു ഡിസ്ചാർജ് ഇൻറ്റു ടൈം. So this will be equal to 255.1 divided by 255 meter cube per hour ആണ്. അതിനെ സെക്കൻഡ്സിലേക്ക് മാറ്റുമ്പോൾ 60 into 60 into detention time 20. അതിനെയും സെക്കൻഡ്സിലേക്ക് മാറ്റുമ്പോൾ 20 into 60. Okay, so this will be equal to 85.03 meter cube. അപ്പോൾ കപ്പാസിറ്റി ഓഫ് ഫ്ലോക്കുലേറ്റർ, ആ ഇന്നർ ടാങ്കിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ വോളിയം എത്രയാണ്? 85.03 മീറ്റർ ക്യൂബ്. നമുക്ക് ഈ ടാങ്കിന്റെ വോളിയം എത്ര കിട്ടി? 85.03 മീറ്റർ ക്യൂബ്. ഇനി ഇതിന്റെ വോളിയം കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ഏരിയ കിട്ടണം. അപ്പോൾ ഏരിയ കിട്ടണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഈ ഡെപ്ത് അസ്യൂം ചെയ്യണം. ഡെപ്ത് അസ്യൂം ചെയ്യുമ്പോൾ ലെറ്റ് ഇറ്റ് ബി 3 മീറ്റർ. ലെറ്റ് ദ ഡെപ്ത് ബി 3 മീറ്റർ. ഈ 3 മീറ്ററിൽ 0.5 വിൽ ബി ഫ്രീ ബോർഡ്. 0.5 വിൽ ബി ഫ്രീ ബോർഡ്. 0.5 ഫ്രീ ബോർഡ് ആണെങ്കിൽ എഫക്റ്റീവ്ലി നമുക്ക് ആ ഫ്ലോക്കുലേഷൻ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെപ്ത് എത്ര മാത്രമായിരിക്കും? 2.5 ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ഡെപ്ത് 3 മീറ്റർ ആണ്. അതിൽ 0.5 ഫ്രീ ബോർഡ് ആയിട്ട് കൊടുക്കുക. നമുക്ക് ഫ്ലോക്കുലേഷൻ യൂസ് ചെയ്യുന്ന ഡെപ്ത് എത്രയാണ്? 2.5. അപ്പോൾ ഫ്ലോക്കുലേഷൻ യൂസ് ചെയ്യുന്ന 2.5 മീറ്റർ ഡെപ്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വോളിയം അറിയാം 85.03 ആണ്. അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു, സർഫസ് ഏരിയ വിൽ ബി ഈക്വൽ ടു 85.03 divided by 2.5. So this will be equal to 34.01 meter square. Okay, 34.01 meter square. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഡയമീറ്റർ ഓഫ് ഫ്ലോക്കുലേറ്റർ ആണ്. ഡയമീറ്റർ ഓഫ് ഫ്ലോക്കുലേറ്റർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ നമുക്ക് ആദ്യം ഇതൊന്ന് നോക്കാം. ഈ 34.01 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഈ കംപ്ലീറ്റ് ഇത് ഇവിടുന്ന് മുതൽ ഇവിടം വരെയുള്ള ഏരിയ, സോറി ഇന്നർ പൈപ്പ്, ഇത് ഇന്നർ പൈപ്പ്. ഇതാണ് കളർ. ഇതാണ് ഇന്നർ പൈപ്പ്. ഇന്നർ പൈപ്പ് എന്ന് ഇവിടം വരെയുള്ള ഈ ഏരിയനാണ് നമ്മൾ 35.01 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഈ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഡയമീറ്റർ, നമുക്ക് ഇതിന് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ഡയമീറ്റർ ആണ്. ടോട്ടൽ ഡയമീറ്റർ മൈനസ് ഇന്നർ ഡയമീറ്റർ വിൽ ഗിവ് യു ദിസ് ഏരിയ. ടോട്ടൽ ഡയമീറ്റർ ഓഫ് ഫ്ലോക്കുലേറ്റർ മൈനസ് ഇന്നർ ഡയമീറ്റർ വിൽ ഗിവ് യു ദിസ് ഏരിയ. അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡയമീറ്റർ ഓഫ് ഫ്ലോക്കുലേറ്റർ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ എന്താണ്? π/4 into total diameter, that is diameter of flocculator minus inner diameter of inlet pipe. Okay, this will be equal to ആ ഏരിയ ആണ് എന്ത്? 34.01 meter square. ഇതിൽ നിന്ന് നമുക്ക് ഡയമീറ്റർ ഓഫ് ഇൻലെറ്റ് പൈപ്പ് അറിയാം. എത്രയാണ് ഡയമീറ്റർ ഓഫ് ഇൻലെറ്റ് പൈപ്പ് നമ്മൾ എടുത്തിരിക്കുന്നത്? 0.3 മീറ്റർ എടുത്തിട്ടുണ്ട് അല്ലേ? 0.3 മീറ്റർ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയമീറ്റർ ഓഫ് ഫ്ലോക്കുലേറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഡയമീറ്റർ ഓഫ് ഫ്ലോക്കുലേറ്റർ വിൽ ബി ഈക്വൽ ടു 6.59 മീറ്റർ. ജസ്റ്റ് സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമുക്ക് ഡയറക്ട്ലി 6.6 മീറ്റർ ഡയമീറ്റർ ഓഫ് ഫ്ലോക്കുലേറ്റർ കിട്ടും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇൻലെറ്റ് പൈപ്പിന്റെ ഡിസൈനായി, ഫ്ലോക്കുലേറ്ററിന്റെ ഡിസൈനായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഡിസൈൻ ഓഫ്
പാഡിലാണ്. അപ്പോൾ പാഡിൽ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് പവറിൻ്റെ ഇക്വേഷൻ. നമ്മളിവിടെ രണ്ട് ഇക്വേഷൻസ് റിലേറ്റഡ് ടു പവർ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് P = g² × mu × v, where g is mean temporal velocity 40 per second, mu is absolute viscosity, and v is volume. Okay, volume of flocculator. ഇനി അത് കൂടാതെ നമ്മൾ ഡ്രാഗ് കോഎഫിഷ്യന്റ് വെച്ചിട്ടുള്ള പവർ ഇക്വേഷൻ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു സി ഡി ഇൻറ്റു റോ ഇൻറ്റു എ പി ഇൻറ്റു വി ആർ സ്ക്വയർ, സി ഡി ഈസ് ഡ്രാഗ് കോഎഫിഷ്യന്റ്, റോ ഈസ് ഡെൻസിറ്റി, എ പി ഈസ് ഏരിയ ഓഫ് പാഡിൽ ആൻഡ് വി ആർ ഈസ് റിലേറ്റീവ് വെലോസിറ്റി. ഈ രണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പാഡിലിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോകുന്നത്. പാഡിലിന്റെ ഏരിയ എ പി കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ലെറ്റ് us see. First is g is equal to 40 per second and mu is assumed as 0.89 into 10⁻³ Okay, with this let us calculate the power. Power will be equal to 40 square into 0.89 into 10⁻³ into volume of flocculator. What is volume of flocculator? Volume of flocculator is 85.03 meter square. So use the same thing, 85.03 meter cube. Okay, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പവർ കിട്ടും. പവർ വിൽ ബി ഈക്വൽ ടു 121.08 വാട്ട്. ഇനി നമുക്കിവിടെ അസ്യൂം ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ടു അസ്യൂം വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് പാഡിൽ. വെലോസിറ്റി ഓഫ് പാഡിൽ എന്ന് പറഞ്ഞാൽ പാഡിലിന്റെ ടിപ്പിലുള്ള വെലോസിറ്റി ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.4 meters per second. Velocity of paddle at the tip will be equal to 0.4 meter per second. ഇത് കൂടാതെ നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കണം. റിലേറ്റീവ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ അതിന്റെ സറൗണ്ടിങ്സിലുള്ള വാട്ടറും കൂടി റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ഇത് രണ്ടും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ സറൗണ്ടിങ്ങിലുള്ള വാട്ടറിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലെറ്റ് us assume velocity ratio as k is equal to 0.25. k equal to 0.25. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സറൗണ്ടിങ് വെലോസിറ്റി VW കണ്ടുപിടിക്കാൻ പോകുന്നത്. adjacent to paddle, the water adjacent to the paddle, this will be equal to k into Vp ആണ്. Velocity of water adjacent to paddle VW will be equal to k into Vp ആണ്. So this will be equal to 0.4 into 0.25, this will be equal to 0.1. അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ടുള്ള റിലേറ്റീവ് വെലോസിറ്റി ആണ് നമ്മൾ പവറിന്റെ ഇക്വേഷനിൽ കൊടുക്കുക. സോ VR will be equal to 0.4 minus 0.1, this will be equal to 0.3. Okay, 0.3. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പവറിന്റെ ഇക്വേഷനിൽ കൊടുക്കുന്നത്. ഇൻ ദ പവർ ഇക്വേഷൻ വി ഹാവ് ടു അസ്യൂം വാട്ട് ഈസ് CD value. Let CD value be 1.8 and rho of water, density of water is 1000. നമുക്ക് എല്ലാവർക്കും അറിയുന്ന വാല്യൂ തന്നെ. അത് രണ്ടും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. CD half into CD 1.8 into rho 1000 into AP നമുക്കറിയില്ല into 0.3 square. This will be equal to power 121.08. Okay, ഇതിൽ നിന്ന് ഏരിയ ഓഫ് പാഡിൽ നമുക്ക് കിട്ടും. ഏരിയ ഓഫ് പാഡിൽ വിൽ ബി ഈക്വൽ ടു 5.08 meter square. ഇങ്ങനെയാണ് ഏരിയ ഓഫ് പാഡിൽ കണ്ടുപിടിക്കുന്നത്. ഇനി വേണമെങ്കിൽ ഇതിന്റെ ഏരിയ ഓഫ് പാഡിൽ ഏരിയ ഒന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യാം. നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പോകുന്നു, എത്ര പാഡിൽസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര ഷാഫ്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതൊക്കെ നോക്കാം. ജനറലി 2 to 3 ഷാഫ്റ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു ഷാഫ്റ്റ് ഇവിടെയും ഒരു ഷാഫ്റ്റ് ഇവിടെയും എന്നുള്ള കോൺസെപ്റ്റിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതേ ഒരു സിംഗിൾ ഷാഫ്റ്റിൽ 4 ബ്ലേഡ്സ്, അതായത് 1 2 3 4, നമുക്ക് 4 ബ്ലേഡ്സ് എടുക്കുന്ന പോലെ 1 in this direction, 2 in this direction, 3 and 4. അപ്പോൾ 2 ഷാഫ്റ്റ് ഉണ്ട്, 4 ബ്ലേഡ് ഒരു ഷാഫ്റ്റിലുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം 8 ബ്ലേഡ് ഉണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് നമ്മളിവിടെ എടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഹിയർ ഏരിയ ഓഫ് പാഡിൽ is 5.08 meters square. So what will be the area of each paddle blade? Area of each paddle blade അത് വേണമെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് each paddle. So this will be equal to, എത്രയാണ് നമ്മൾ ഏരിയ ഓഫ് പാഡിൽ പറഞ്ഞത്, 5.08. So 5.08 divided by, നമുക്ക് 2 ഷാഫ്റ്റിൽ 4 ബ്ലേഡ് വെച്ചിട്ട് സോ 8 ആണ്. So 5.08 divided by 8, 0.635 meter square. Okay, so provide 2 shaft with 4 blades each of
0.635 meter square. Now suppose adile oru paddle length, let the length L be 3 meter. ഇത് 3 meter എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോക്കുലേറ്ററിന്റെ ഡയമീറ്റർ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഡയമീറ്റർ ഓഫ് ഫ്ലോക്കുലേറ്റർ ഈക്വൽ ടു 6.6 എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ 6.6ന്റെ ഏകദേശം ഹാഫിൽ താഴെ 6.6 എന്ന് പറയുമ്പോൾ 3.3 അതിൽ ഹാഫിൽ 3.3ന്റെ അടുത്ത് വരുന്ന ഒരു വാല്യൂ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലെങ്ത് ഓഫ് blade ആയിട്ട് assume ചെയ്യുക. So here I have assumed it as 3 meter. അപ്പോൾ 3 meter length assume ചെയ്ത് കഴിഞ്ഞാൽ width of paddle will be equal to 0.635 divided by 3. This will be equal to 0.21 meter. അപ്പോൾ 21 centimeter wide blades നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. So for an area of 0.635 meter, 2 shafts with 4 blade each of 0.635 meter, whose length is 3 meter and width is 21 centimeter. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ ഒരു പാഡിലിന്റെ ഡിസൈൻ ആയി. ടോട്ടൽ ഏരിയ പാഡിലിന്റെ ഏരിയ 5.08 ആണ്. അങ്ങനെയാണെങ്കിൽ 2 ഷാഫ്റ്റിൽ 4 ബ്ലേഡ്, ടോട്ടൽ 8 ബ്ലേഡ്സ് ഉപയോഗിക്കുമ്പോൾ ഓരോ ബ്ലേഡിന്റെ ഏരിയ എത്ര വരും, 0.635 ഏരിയ വരും. ലെങ്ത് വീണ്ടും നമ്മൾ ഒരു ബ്ലേഡിന്റെ ലെങ്ത് അസ്യൂം ചെയ്ത് 3 മീറ്റർ അസ്യൂം ചെയ്തിട്ട് നമുക്ക് വിഡ്ത്ത് എത്രയായിട്ട് കണ്ടുപിടിക്കാം, 0.21 മീറ്റർ ആയിട്ട് കണ്ടുപിടിക്കാം. ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ പാഡിലിന്റെ ഡിസൈൻ ആയി. ഇനി നമുക്ക് എന്താണ് ഈ ഡിസൈൻ ചെയ്യാനുള്ളത്? ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത് ലാസ്റ്റ് വൺ, ഡിസൈൻ ഓഫ് ക്ലാരിഫയർ. ഇപ്പോൾ ക്ലാരിഫയർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ SOR അസ്യൂം ചെയ്യണം, സർഫസ് ഓവർഫ്ലോ റേറ്റ് അസ്യൂം ചെയ്യണം. സോ സർഫസ് ഓവർഫ്ലോ റേറ്റ് വിൽ ബി ഈക്വൽ ടു 30 to 40 മീറ്റർ ക്യൂബ് പെർ മീറ്റർ സ്ക്വയർ പെർ ഡേ. 30 to 40 ഏതെങ്കിലും വാല്യൂ എടുക്കുക, ഞാനിവിടെ 40 എടുത്തിരിക്കുന്നു. ഓക്കെ, എന്നിട്ട് നമുക്ക് സർഫസ് ഏരിയ ഓഫ് ക്ലാരിഫയർ കണ്ടുപിടിക്കാം. സർഫസ് ഏരിയ ഓഫ് ക്ലാരിഫയർ will be equal to discharge divided by SOR. നമുക്ക് ഡിസ്ചാർജ് എത്രയാണ്, 255.1 മീറ്റർ ക്യൂബ് പെർ അവർ ആണ് അല്ലേ. അത് പെർ അവർ ആണ്, നമുക്ക് പെർ ഡേയിലാണ് SOR ഉള്ളത്. അപ്പോൾ പെർ അവർ ഉള്ളത് പെർ ഡേയിലേക്ക് ആക്കുമ്പോൾ ഇൻറ്റു 24 ഡിവൈഡഡ് ബൈ 40. Okay, so this will be equal to surface area will be equal to 153 meter square. Outer tank ന്റെ surface area എത്രയാണ്, 153 meter square. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഔട്ട് 153 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ദേ ഈ ഒരു പോർഷന്റെ ഏരിയ ആണ് 153 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ ഏരിയ കിട്ടണമെങ്കിൽ ടോട്ടൽ ദിസ് ഏരിയ മൈനസ് ദിസ് ഏരിയ, ഈ ഏരിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് ഈ ഡയമീറ്റർ കിട്ടും. കാരണം നമുക്ക് ഈ ഡയമീറ്റർ ഓഫ് ഫ്ലോക്കുലേറ്റർ എത്രയാണെന്ന് അറിയാം. അപ്പം ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയുടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഡയമീറ്റർ ഓഫ് ക്ലാരിഫയർ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഡയമീറ്റർ ഓഫ് ക്ലാരിഫയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ π/4 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ക്ലാരിഫയർ സ്ക്വയർ മൈനസ് ഡയമീറ്റർ ഓഫ് ഫ്ലോക്കുലേറ്റർ സ്ക്വയർ ഇസ് ഈക്വൽ ടു 153 കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ ഡയമീറ്റർ ഓഫ് ഫ്ലോക്കുലേറ്റർ നമുക്ക് 6.6 ആണെന്ന് അറിയാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡയമീറ്റർ ഓഫ് ക്ലാരിഫയർ വിൽ ബി ഈക്വൽ ടു 15.44 മീറ്റർ കിട്ടും. 15.44 meter. Okay, so this is how you have to design a clarifier. This surface area SOR വെച്ചിട്ട് കണ്ടുപിടിക്കുക. അതിനുശേഷം ടോട്ടൽ ഡയമീറ്റർ നിന്ന് ഡയമീറ്റർ ഓഫ് ഫ്ലോക്കുലേറ്റർ മൈനസ് ചെയ്യുന്ന ഇക്വേഷനിലേക്ക് ഏരിയ സർഫസ് ഏരിയ എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കുക. അതിൽ നിന്ന് ഡയമീറ്റർ ഓഫ് ക്ലാരിഫയർ ലഭിക്കും. നമ്മൾ ഇൻലെറ്റ് പൈപ്പ് ഡിസൈൻ ചെയ്തു, അതിനുശേഷം നമ്മൾ ഫ്ലോക്കുലേറ്റർ ഡിസൈൻ ചെയ്തു, അതിനുശേഷം നമ്മൾ പാഡിൽസ് ഡിസൈൻ ചെയ്തു, അതിനുശേഷം നമ്മൾ ക്ലാരിഫയർ ഡിസൈൻ ചെയ്തു. അപ്പോൾ ഈ ക്ലാരിഫയറിന്റെ ഡിസൈൻ ഓക്കെ ആണോ എന്ന് നോക്കാൻ വേണ്ടി നമുക്ക് ചെക്ക് ഓഫ് വെയർ ലോഡിങ് ചെയ്യാനുണ്ട്. അപ്പോൾ ചെക്ക് ഓഫ് വെയർ ലോഡ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വെയർ ലോഡ് ഇസ് ഈക്വൽ ടു ആക്ച്വൽ ഫ്ലോ ഡിവൈഡഡ് ബൈ circumference of flocculator. Circumference of clariflocculator. അപ്പോൾ ആക്ച്വൽ ഫ്ലോ നമുക്കറിയാം എത്രയാണ്, 250 ആണ് അല്ലേ. ആക്ച്വൽ ഫ്ലോ 250 ഇൻറ്റു അല്ലെങ്കിൽ 255 ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 250 ഇൻറ്റു 24 നമുക്ക് മീറ്റർ ക്യൂബ് പെർ അവറിലെ ഡേയിലേക്ക് കൊടുക്കുക, ഡിവൈഡഡ് ബൈ സർക്കംഫറൻസ് ഓഫ് ക്ലാരിഫോക്കുലേറ്റർ ഇസ് πd. സോ π ഇൻറ്റു what is d, 15.44. So 15.44
4 കൊടുക്കുക. So 250 into 24 divided by 48 കിട്ടും. So this will be equal to 123.7. അപ്പോൾ ഈ വാല്യൂ it should be always less than 300 meter cube per meter per day. അപ്പോൾ നമുക്ക് നമ്മൾ ഡിസൈൻ ചെയ്തതിൽ വെയർ ലോഡിംഗ് 123.7 ആണ്. ഹെൻസ് our design is safe or okay. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ഡിസൈനിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ഡിസൈൻ ഓഫ് ഇൻവെറ്റ് പൈപ്പ് ചെയ്യാൻ വേണ്ടി 2% ലോസിൽ ഡിസൈൻ ഫ്ലോ കണ്ടുപിടിക്കുക. അതിനുശേഷം വെലോസിറ്റി 1 meter per second ആയിട്ട് കണ്ടുപിടിച്ചിട്ട് ഡയമീറ്റർ കണ്ടുപിടിക്കുക. ഡയമീറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം നേരെ നമ്മൾ ഫ്ലോക്കുലേറ്ററിന്റെ ഡിസൈനിൽ ജിയും ടിയും അസ്യൂം ചെയ്തതിന് ശേഷം കപ്പാസിറ്റി ഓഫ് ഫ്ലോക്കുലേറ്റർ കണ്ടുപിടിക്കുക. കപ്പാസിറ്റിയിൽ നിന്ന് അഗൈൻ ഡെപ്ത് അസ്യൂം ചെയ്തതിന് ശേഷം ഡയമീറ്റർ ഓഫ് ഫ്ലോക്കുലേറ്റർ കണ്ടുപിടിക്കുക. അതിനുശേഷം പാഡിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി പവറിന്റെ ഇക്വേഷൻസ് ആയ രണ്ട് ഇക്വേഷൻസ് P equal to G square mu into V യും ഹാഫ് CD rho into AP into VR square എന്നുള്ള ഇക്വേഷൻ ഓർത്ത് വെക്കുക. അതിൽ റിലേറ്റീവ് വെലോസിറ്റി കോൺസെപ്റ്റ് മനസ്സിൽ വെക്കുക. എന്നിട്ട് ഏരിയ ഓഫ് പാഡിൽ ഡിസൈൻ ചെയ്യുക. അതിനുശേഷം 2 ഷാഫ്റ്റ് അല്ലെങ്കിൽ 3 ഷാഫ്റ്റ് എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്തതിന് ശേഷം ഏരിയ ഓഫ് ഈച്ച് പാഡിൽസ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ലെങ്ത് അസ്യൂം ചെയ്തതിന് ശേഷം വിഡ്ത്ത് കണ്ടുപിടിക്കുക. ഫൈനലി ഫോർ ഡിസൈൻ ഓഫ് ക്ലാരിഫയർ SOR അസ്യൂം ചെയ്യുക. 30 to 40 meters cube per meter square per day അസ്യൂം ചെയ്യുക. അതിനുശേഷം ഡയമീറ്റർ ഓഫ് ക്ലാരിഫയർ കണ്ടുപിടിച്ചതിന് ശേഷം വെയർ ലോഡിംഗ് എന്ത് ചെയ്യുക ഒന്ന് ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ക്ലാരിഫ്ലോക്കുലേറ്ററിൽ ചെയ്യാനുള്ളത്. ശ്രദ്ധിച്ചൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എക്സാമിന് എഴുതുമ്പോൾ എന്തായാലും ഓർമ്മയിലുണ്ടാവും.